ആ മോനെ, ആ പുതിയ കമ്പനിയിലെ ഡ്യൂട്ടി എങ്ങനെ ഉണ്ടടാ? കുഴപ്പമില്ലേ? ആ ആ റൂമൊക്കെ കമ്പനി വകയാ? ആ ആ ആയിക്കോട്ടെ. ഭക്ഷണോ? മോനിപ്പോൾ എന്തെങ്കിലും കഴിച്ചോ? ആണോ? കുറേ കഷ്ടപ്പെട്ടതല്ലേ, നൈറ്റ് ഡ്യൂട്ടിയും കിട്ടി, ശമ്പളവും കുറവായിട്ട്. ആ പോട്ടെ, ശമ്പളം കൂടി കിട്ടിയല്ലോ, സമാധാനം മോനെ. ആ കുറേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ പിന്നീട് എന്തെങ്കിലും ഒരു വഴി കാണും പറയുന്നത് കേട്ടിട്ടില്ലേ ദൈവം. ആ ശരി ശരി, എന്നാൽ ശരി മോൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി. ശരി. അമ്മേ, ഏട്ടനായിരുന്നു വിളിച്ച് കട്ടാക്കിയോ? എനിക്കൊരു സാധനം അയച്ചു തരാൻ വേണ്ടി പറയാണ്ടായിരുന്നു. ആ മോളെ, ഏട്ടൻ പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറിയല്ലേ ഉള്ളൂ, അവൻ അയച്ചു തരുന്നു എനിക്ക് വേണ്ടതൊക്കെ. വേണ്ടത് മാത്രം പറഞ്ഞാൽ മതിട്ടോ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. എത്ര സാധനങ്ങൾ ഇവിടെ കൊണ്ട് കൂട്ടിയിരിക്കുന്നത്, അത് നീ ഉപയോഗിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ സ്കൂളും പൂട്ടിയതല്ലേ, സ്കൂൾ തുറക്കുമ്പോഴേക്കും അയച്ചു തരാൻ പറഞ്ഞാൽ മതി. ആ അച്ഛൻ വന്നല്ലോ. എന്തെങ്കിലും വാങ്ങിക്കല്ലോ. രാശെടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞതാ. ഞാനറിയാം അമ്മ അപ്പോഴത്തെ വാങ്ങിക്കാനും പറഞ്ഞോ? ആ പിന്നല്ലാണ്ടോ. എടുക്കട്ടെ, നോക്കട്ടെ. വഞ്ചേ, നീ പറയുന്ന ഒരു കടയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ എത്ര ഷോപ്പിൽ പോയറിയോ, എന്നിട്ട് സാധനം കിട്ടിയത്. ഇത് പണിയായി, അത്രയും ബുദ്ധിമുട്ടി ഞാൻ. എവിടെ നോക്കട്ടെ. ഇത് കണ്ടോ, നല്ല രസമല്ലേ? നമ്മുടെ ഇവിടുത്തെ കുറച്ച് ചെറുതല്ലേ, അപ്പോൾ ഞാൻ വലുത് വാങ്ങിക്കാൻ പറഞ്ഞത്. കുറച്ച് ഉരുളി നോക്കട്ടെ. ഉരുളി അച്ഛൻ കൊണ്ടുപോകാൻ ഞാൻ തിരിച്ചയച്ചതാ, അത് വളരെ ചെറുതായിട്ട്. ആ ഇത് നന്നായിട്ടുണ്ട് കേട്ടോളെ, ഇത് അടിപൊളി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മൂന്നാമത്തെ രണ്ടെണ്ണം ഇവിടെ ഉണ്ട്, അതെനിക്ക് ഒന്ന് ശരിയാവുന്നില്ല. ഇതും കൂടി ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞത്, പുതിയതല്ലേ, വീട്ടിൽ വയ്ക്കല്ലേ വരുന്നു. ഇതിന്റെ ഇത് മോഡൽ ഇതാ, ഇതിന്റെ എങ്ങനെയാണ്? ഇത് സ്റ്റീൽ. ഇത് വേണ്ടോ, ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് മനുഷ്യൻ മറ്റേത് മതിയാവുന്നു. ഇത് ഇപ്പൊ തന്നെ ചെറിയ എന്തെങ്കിലും ഒന്നുണ്ടാ ഇല്ല. ഇതാ കണ്ടില്ലേ, സുഖാ, അടിപൊളിയായിട്ടുണ്ട്. മൂന്നും നല്ല നന്നായിട്ടുണ്ട്. എന്താവും വിളിച്ചോ? വിളിച്ചാ ഏട്ടൻ വിളിച്ചിരുന്നു. ഏട്ടൻ ഇപ്പൊ പുതിയ കമ്പനി കയറിയിട്ടെ നല്ല ശമ്പളം കൂടിയിട്ടുണ്ട് അല്ലേ അമ്മ? അതെയോ? നല്ലോണം ശമ്പളം കൂടിയേക്ക്. ഒന്ന് പതുക്കെ പറയേ. മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ ശമ്പളം കൂടി തവണ മുന്നേ ഒച്ചയിട്ട് പറയല്ലേ, എല്ലാവരും കേൾക്കണോ? അത് നമ്മുടെ കുടുംബത്തിലെ കാര്യമല്ലേ മോളെ. അതിനിപ്പോ എന്താ പറഞ്ഞു, അവള് കുട്ടിയല്ലേ, അതൊക്കെ അങ്ങനെ ഉണ്ടോ? ശമ്പളം കൂടി എന്നല്ലേ പെണ്ണ് പറയുന്നത്? ആ അത് ശരി. നീ അങ്ങനെ ഒന്നുമില്ലാത്ത അവിടെ നിന്ന് നീ അങ്ങനെ ഇത്രയും വലിയവളാകണ്ട കേട്ടോ. നിന്നെ ഞാൻ സമ്മതിക്കില്ലടി. നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ആദ്യം കടം വാങ്ങാൻ വരുന്നതായിരുന്നു. ഇപ്പം നീ ഇത്രയും ഇതായതും പോരെ, നീ ശമ്പളം ചെക്കന് കൂടുകയെ. നിന്നെ ഞാൻ സുഖിക്കാൻ വിടുന്ന നീ വിചാരിക്കണ്ട. നീ എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പണി. ഓ ഇതൊക്കെ കഴുകാനും ഉണങ്ങാനും ഇടാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കണം. ഒക്കെ കിടക്കട്ടെ, ബാക്കിൽ കൂടെ ഇറങ്ങുകയും ചെയ്യാം. കിടക്കണം കോലം നോക്ക് വീട്. അങ്ങനെ അവളെ അങ്ങനെ ഞാൻ സുഖിക്കാൻ വിടില്ല. ഹലോ 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 മന്ത്രവാദിനി, കേൾക്കുന്നുണ്ടോ? ആ ഞാൻ മല്ലിയല്ല, വല്ലി. കുറേ പ്രാവശ്യം അവിടെ വന്നിട്ടില്ലേ, മനസ്സിലായില്ലേ? ഞാൻ ഒരുപാട് പൈസ അവിടെ തന്നിട്ടുണ്ട്, മറക്കാൻ പോരെ എന്നെ. പിന്നെ അതല്ല പഴയതൊന്നുമല്ല, പഴയതൊക്കെ അതേ ലെവലിൽ തന്നെ. അത് കാരണം എനിക്കൊരു സമാധാനക്കേടുമില്ല. ഒരു പുതിയ ടീമുണ്ട്. ആ അതിനെ ഒന്ന് എങ്ങനെയെങ്കിലും താറ പറ്റിച്ച് തന്നേ പറ്റൂ. ആ എത്ര പൈസ വേണ്ട വരും? എന്താ ചെയ്യണ്ടീന്നോ? ചെക്കൻ ദുബായിലാ അവൻ്റെ മോൻ. പോയിട്ട് 1 വർഷമായിട്ടുള്ളൂ, വന്നിട്ട് പോയേ ഉള്ളൂ. വലിയ കമ്പനി കയറി അത്രേ, ശമ്പളം കൂടിയെന്ന്. അല്ലെങ്കിൽ തന്നെ അവൾ കുറേ പത്രാസ് കൂടുതലാണ്. ഇനിയിപ്പോൾ ചെക്കന് ശമ്പളം കൂടി കൂടിയാലേ അവളെ പിടിച്ചാൽ കിടക്കില്ല. അവളെ അങ്ങ് താറയങ്ങ് പറ്റിക്കണം. എന്താ വഴി? എത്ര പൈസ വേണം?
15,000? അയ്യോ അതൊന്നും ആവില്ല, നിങ്ങൾ കുറച്ച് കുറയ്ക്കും. ഓ ഫസ്റ്റ് സ്റ്റേജ് 15,000, രണ്ടാമത്തത് എത്ര 7,500, മൂന്നാമത്തത് 3,000. അന്നൊരു കാര്യം ചെയ്യുക, 3,000 തുടങ്ങാം. ആദ്യം 3,000, പിന്നെ ഇടയിലെ, പിന്നെ ലാസ്റ്റിലെ. കാരണം ഫസ്റ്റ് തന്നെ നന്നായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ തുടങ്ങിയാലേ സംശയിക്കും, പിന്നെ എവിടെയെങ്കിലും പോയി നോക്കിയെടുക്കും. അറിയാത്ത വിധത്തിൽ നമുക്ക് അങ്ങോട്ട് പോകണം. നമുക്ക് അവരുടെ വീട്ടിൽ പോകുകയും വേണം, സംസാരിക്കുകയും വേണം, കാര്യങ്ങൾ നടത്തുകയും വേണം. അങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത്. ഞാൻ എപ്പോഴാണ് വരേണ്ടത്? മറ്റന്നാളാ? ഒരു മറ്റന്നാൾ വരെ ഒന്നും കാത്തിരിക്കണ്ടേ? ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ എന്താ തരിക ഞാൻ വന്നു കഴിഞ്ഞാൽ? ആയിക്കോട്ടെ, ശരി എന്നാൽ. എത്രയും പെട്ടെന്ന് ചെയ്ത് വെക്കണേ. ശരി എന്നാ. അയ്യേ, ഇന്ന് ഈ മീനും ഞെട്ട് മാത്രം എനിക്കിതൊന്നും കഴിക്കാൻ പറ്റൂല. എനിക്കല്ല കുഴിമന്തി എങ്ങനെ ഓർഡർ ചെയ്ത് തന്നെ, ഞാനത് കഴിച്ചോളാം. അച്ഛൻ വാങ്ങിയിട്ട് വന്നാ മോളെ മീനും ഞണ്ടൊക്കെ. എനിക്ക് വേണ്ട. എന്നൊരു കാര്യം ചെയ്തോ, നീ കുഴിമന്തി ഓർഡർ ചെയ്ത് കഴിച്ചോ. മോളെ എന്നും ബിരിയാണി കുഴിമന്തി കഴിക്കല്ലേ, അത് നല്ലതല്ല. ഞണ്ട് മീനെ കഴിക്ക്, അതാ ശരീരത്തിന് നല്ലത്. അതാ പറയുന്നു, പക്ഷെ അവൾക്ക് വേണ്ട അത്രേ, കുഴിമന്തി തന്നെ മതിയെന്ന്. എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോട്ടെ, പട്ടിണി കിടക്കണ നല്ലതല്ലേ. നീ എന്താ ഓർഡർ ചെയ്തത്? ഓർഡർ ചെയ്തില്ല, നോക്കട്ടെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടാവില്ലേ. അല്ല പൈസ വെച്ചേ? പൈസ ടേബിളിൽ മേലെ വെച്ചിട്ടുണ്ട്. എന്താ വേണ്ടത് വാങ്ങിച്ച് കഴിക്കട്ടാ. കണ്ടുവന്നാലേ മുഴുവനും കഴിക്കണം, അവിടെ പതി ഇവിടെ പതിയിട്ട് കളയണ്ട. അമ്മ ലക്ഷ്മേഷിൻ്റെ ഉള്ളിൽ പോയിട്ട് വരാം കേട്ടോ. വേറെ അമ്മയും മോളാ മുൻപിലുണ്ടല്ലോ. ഇതാ അവള് പോയി പെണ്ണെന്താ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം കൊണ്ട് കൊടുക്ക വേഗം. എന്ത് കൊടുത്താലും അവർ കഴിക്കും. ഇയാൾ 3 വിധം തന്നിട്ടുണ്ട്. ഒന്ന് കറിയിലിട്ടുകൊണ്ട് കൊടുക്കാനും ബാക്കിയൊക്കെ അവിടെ വിതറാനാ എഴുതിയിട്ടുണ്ടല്ലോ പേര്. ഇത് കറിയിലിടണേ മതി. ഇത് കഴിച്ചാൽ പിന്നെ വയറിളകി ബുദ്ധിയൊക്കെ പോയി മന്ദബുദ്ധികളാവണം. അത് ഗൾഫിലേക്ക് ചെക്കനെ ബാധിക്കണം. ചെക്കൻ നാട്ടിലേക്ക് തിരിച്ച് വരണം. ഇത് വിതറ. ഇപ്പം എങ്ങനെ വിതറും ഇപ്പോൾ? ഇത് കഞ്ഞിയിലിട്ട് കൊടുക്ക. ഇരിക്കട്ടെ, അത് ഇളക്കണല്ലേ. ആരും ഇല്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ഈ നേരത്തെ ആരുണ്ടാവാൻ? ഇതിപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. കാണാണ്ട് അവിടെ ഒന്ന് കുഴിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കാം. കറി ഇങ്ങനെ മോളിവിടെ ഇരിക്കുക. അമ്മ അങ്ങോട്ട് പോകുന്നുണ്ടോ? എങ്ങോട്ട് പോയതാ? പിന്നെ ചേച്ചി കുറച്ച് രസം ഉണ്ടാക്കിയതാ. എന്തോരം ടേസ്റ്റാ മോളെ രസം. പിന്നെ കുറച്ച് നെല്ലൂത്തരിൻ്റെ കഞ്ഞിയും. കഞ്ഞി 11 മണിക്ക് വെച്ചതാ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടേ അതെനിക്ക് ബാക്കി വന്നപ്പോൾ കളയാൻ തോന്നിയില്ല. മോൾക്ക് നല്ല ഇഷ്ടമല്ലേ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ബാ ഇതെടുത്ത് കഴിച്ചോ. ചേച്ചി ഞാനിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കലേനും. ചേച്ചി രസവും കഞ്ഞിയൊക്കെ കൊണ്ടുവന്നിട്ട് ചേച്ചി രസവും ഉണ്ട്. രസം കൂട്ടി ചോറ് കഴിക്കാം. അമ്മ എന്തോ ഞണ്ടും മീനൊക്കെ ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല. ചേച്ചീൻ്റെ കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിലൊക്കെ കഞ്ഞി ഇഷ്ടമാണ്. ഇതെന്താ ചേച്ചി ഈ മോളില് പൊന്തിക്കെടുക്കുന്നത്? മോള് നെയ്യിട്ടതാ. ഞാൻ പോയി ഒരു ഗ്ലാസ്സിലെടുത്ത് വരാം. ആയിക്കോട്ടെ, ഓടി വാ. കുടിക്കണം. ബാക്കി നിന്റെ അമ്മയ്ക്ക് കൊടുത്ത് വെച്ച് കൊടുക്കണം. പൊടി വിതറാണല്ലേ. പെണ്ണ് വരട്ടെ, ആദ്യം കഞ്ഞി കുടിക്കട്ടെ.
ഗ്ലാസ് കിട്ടി ചേച്ചി. ചേച്ചിയുടെ കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ചേച്ചീൻ്റെ കഞ്ഞി കുടിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കറിയാം മോൾക്ക് ഇഷ്ടമാണെന്നുള്ളത്. ചേച്ചി ഇപ്പോൾ കുറേ ആയിട്ട് ഒന്നും കൊണ്ടുവരുന്നില്ല. ഇനി എന്തുണ്ടാക്കിയാലും സ്പോട്ടിൽ ചൂടോടെ കൊണ്ട് തരാം കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്, ബാക്കി മോളിൻ്റെ അമ്മയ്ക്ക് എടുത്ത് വെക്ക്, അമ്മയ്ക്ക് കൊടുക്ക്. ചേച്ചി വലിയ ചേച്ചി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കുടിക്കും. നല്ല ഇഷ്ടം അമ്മയ്ക്ക് എൻ്റെ കഞ്ഞിയും. പിന്നെ എന്നാ രസം മോളെ, എന്തോരം ടേസ്റ്റാണ് രസം. അങ്ങ് കഴിക്കണം കേട്ടോ. രസം ഒഴിച്ചിട്ട് ചോറ് കഴിച്ചോ, ഇപ്പം തന്നെ കഴിച്ചോ, സമയം വൈകിക്കണ്ട. അമ്മയുടെ അടുത്ത് രസം ഒഴിച്ച് ഇപ്പം തന്നെ ചോറ് കഴിക്കാൻ പറയട്ടോ. കഞ്ഞി എന്തായാലും ഞാൻ അമ്മയ്ക്ക് വെക്കില്ല, രസം വേണമെങ്കിൽ വെക്കാം. ചേച്ചിന്റെ കഞ്ഞി എനിക്ക് അത്ര ഇഷ്ടമാണല്ലോ. മോളൊരു കാര്യം ചെയ്യ്, ഈ കഞ്ഞി രസമൊക്കെ കൊണ്ട് അകത്ത് കൊണ്ടുപോയിക്ക്. കഞ്ഞി എന്തായാലും സൂപ്പറാ. രസം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. പാത്രം ഞാൻ അങ്ങോട്ട് കൊണ്ട് തന്നാൽ മതിയോ? ആ വെച്ച മോളെ ഇവിടെ ഞാൻ വരാം. ഞാൻ വൈകുന്നേരം സന്ധ്യയോടെ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുപോവാ പാത്രം. അമ്മ വരട്ടെ. പതുക്കെ വന്നാൽ മതി, ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാകും. ഇരിക്കട്ടെ. ഇവിടെ വിതറാനൊന്ന് തന്നിട്ടുണ്ടല്ലോ, കഞ്ഞിയിലിട്ടത് കൊടുത്തുകൊണ്ടും പാത്രം പോരാ. ഇതിവിടെ വിതരവും കൂടി ചെയ്യണം. ആ മോളെ, ആ ചേച്ചി പോകട്ടെ. എങ്ങോട്ട് വാ. പിന്നെ ഞാൻ പോകട്ടെ മോളെ, സമയമില്ലാത്ത അവിടെ ഓടി വന്നതാ. പിന്നെ എന്തോ ഏട്ടനെന്തോ ജോലി മാറ്റം കിട്ടുന്നോ, ശമ്പളം കൂടുതൽ കിട്ടുന്ന ആരോ പറയുന്ന പോലെ തോന്നിയല്ലോ. ആ ചേച്ചി, ഏട്ടനിപ്പോ പുതിയ കമ്പനി ജോലിക്ക് കയറിയില്ലേ, നല്ല ശമ്പളമാ. എന്നാലും ഏകദേശം എത്ര ശമ്പളം ഉണ്ട് മോളെ? ഏകദേശം 5 ലക്ഷം. അമ്മോ, നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ. 5 ലക്ഷം രൂപ ശമ്പളമോ? 5 ലക്ഷം എന്നല്ല, അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ അയച്ചിരുന്നത് 5 ലക്ഷം ചെലവിനെ തന്നെ. അപ്പുറം ഒരു പാടല്ലേ, അത് വാങ്ങുന്ന അഡ്വാൻസ് കൊടുത്തിരുന്നു പണ്ട്. എന്തായാലും ഇപ്പൊ ഏട്ടൻ നല്ല ജോലി കിട്ടിയില്ലേ, ആ പൈസ വെച്ചിട്ട് ഞങ്ങളിത് വാങ്ങും. നീ വാങ്ങും. ആ, അത് നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ വാങ്ങണം. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഗൾഫിൽ പോയി ഇരുന്നാൽ മതിയോ? കിട്ടുമ്പോഴല്ലേ കിട്ടുള്ളൂ. പൈസ ഉള്ളുമ്പോൾ എവിടെയാ കിട്ടുന്ന സ്ഥലമൊക്കെ വാങ്ങിയിടുക. സമ്മതിക്കും ഞാൻ ഇതിൻ്റെ വാങ്ങാൻ. പിന്നെ അല്ല, നല്ല കാര്യമാണ് മോളെ. എൻ്റെ ഒരുത്തനുണ്ടല്ലോ, ഒരു ഗുണവുമില്ല അവനെ കൊണ്ട്. അമ്മ വരാൻ സമയമായതൊന്നും അല്ലേ? എന്നാ പറയ്, അമ്മ പോകട്ടെ. ഏച്ചിന്റെ മോനോട് പറയും, വേണമെങ്കിൽ ഞാൻ ഏട്ടനോട് പറയാം, എന്തേ ജോലി ഇട്ടോ നോക്കാലോ. ആണോ? ഓ, അവൻ അങ്ങനെ ഗൾഫിനോട്, ഞങ്ങൾക്കാണ് ഗൾഫിൽ മക്കളെ പറഞ്ഞാൽ കാണാതിരിക്കാൻ ഇഷ്ടമല്ല. എന്നും കണ്ടുകൊണ്ടിരിക്കണം. വീട്ടിൽ അടിയുണ്ടാക്കുകയാണെങ്കിൽ അവൻ വീടെത്തണം, എന്നാലും നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു മനസ്സായി പോയി വലിയ ചേച്ചിൻ്റെ. എന്താ ചെയ്യാനാ? ഏച്ചിയുടെ കൂട് വാങ്ങി തൂക്കിക്കൊള്ളാണ്ട് അതിലിടാലോ. എങ്ങനെ? ഒരു കൂട് തൂക്കിക്കൊണ്ട് അതിനിട്ടാണ്ട് മോനയിലിട്ട് വെക്കാനാ? പെണ്ണിന്റെ ഒരു തമാശ കാണുമ്പോ ഇപ്പോഴും തമാശ തന്നെ അല്ലേ? ഈ അച്ഛന്റെ തമാശ അങ്ങനെയേ ഉണ്ടല്ലോ. നിന്റെ അച്ഛന്റെ ഷോപ്പിലൊക്കെ മര്യാദക്ക് പണിയുണ്ടപ്പോ? ഓ, അച്ഛന്റെ ഷോപ്പിലൊക്കെ പണിയുണ്ട്. പുതിയ സാധനങ്ങളൊക്കെ ഇറക്കിയല്ലോ. ആ, പുതിയ സാധനങ്ങളൊക്കെ അങ്ങനെ വേണം. അതന്നെ വേണ്ടത്. നമ്മുടെ അയൽക്കാർ എന്നും നന്നായിരിക്കണം. അതാണ് വലിയ ചേച്ചി കാണാൻ സന്തോഷം. ചേച്ചിനെ പോലത്തെ ഒരു ആളെ കിട്ടണേ പുണ്യം ചെയ്യണം. അതാണ്, അയൽക്കാർ നന്നാവണം.
വലിയ ചേച്ചിക്ക് നിങ്ങളെയും എല്ലാവരെയും വലിയ ഇഷ്ടമാണ്. നന്നായി 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 ഉയർന്ന് വരട്ടെ. എന്നാ പിന്നെ വലിയ ചേച്ചി പതുക്കുന്ന ഇറങ്ങട്ടെ മോളെ കേട്ടോ. ഞാൻ സന്ധ്യ സമയത്ത് വരാം. അപ്പോൾ പാത്രം ഒഴിച്ചും കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് അങ്ങോട്ട് കൊണ്ടു. വേണ്ട ചേച്ചി ഇങ്ങോട്ട് വരാം, ബുദ്ധിമുട്ടണ്ട. പിന്നെ തെങ്ങിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചൂടെ? എത്ര സുഖത്തിലങ്ങ് കായൊക്കെ ഉണ്ടാവും. ആ കൊലച്ചിരിക്കുന്നല്ലോ. ചേച്ചി എന്താ ബാക്കിലോട്ടേക്ക്? അയ്യോ എനിക്ക് മറന്നു മോളെ, വഴി ഇതിയാണല്ലേ. അന്ന് എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ, അവിടെ നിങ്ങളുടെ മരത്തിൽ മുരിങ്ങയാണ് 2 പറിച്ചിട്ട് വയ്ക്കോട്ടെ. ചേച്ചിക്ക് മുരിങ്ങ വലിയ ഇഷ്ടമാണ്, തോരൻ ഉണ്ടാക്കാലോ. നീ ഇവിടെ ഇരുന്നോ, നീ അകത്ത് വയ്ക്കോ, വരണമെന്നില്ല. എന്നാ ചേച്ചി പോയി പറക്കി, ഞാൻ രസം കൂട്ടി ചോറ് വയ്ക്കട്ടെ. അപ്പോ മോള് കഴിക്കും, നല്ലോണം രസമൊക്കെ ഒഴിച്ചും കഴിച്ചോ. പോകട്ടെ. ഞാൻ ഇപ്പം എന്താ മുരിങ്ങ പറിച്ചില്ല ചോദിക്കില്ല. അത് മുരിങ്ങ ഒന്നും വേണ്ട, കാര്യം നടന്നു കിട്ടിയല്ലോ അത് മതി. എന്തായാലും നല്ലോണം അങ്ങ് വിതറി. ഇതിവിടെ വെച്ചിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ആയിപ്പോയി. ചിരട്ടൻ്റെ ഉള്ളിൽ വെക്കട്ടെ. ഇവിടെ കുറച്ച് കുഴിച്ചിട്ടാലും മണ്ടിൽ മൊക്കിൽ കുറച്ച് കുത്തിയേക്കട്ടെ. നീ ഇനി സുഖിക്കടി. നീ ഉയരത്തിൽ ഞാൻ കാണാം നീ ഉയരത്തിലെത്തുന്നത്. നിന്നെ നശിപ്പിച്ചിട്ട് ഞാനിരിക്കുള്ളൂ. നീ അങ്ങനെ വലിയ ആളാകണ്ട. അവിടെ എനിക്കില്ലാത്ത ഒരു സുഖവും സൗകര്യവും നിനക്കും ഉണ്ടാവരുത്. അതുമാത്രം എൻ്റെ ആഗ്രഹമുള്ളൂ. ഓ സമാധാനം. ആ ചെയ്യേണ്ടത് ചെയ്തപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. എന്നെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഇനിയിപ്പോൾ അയാൾ പറഞ്ഞത് ഇതിന്ന് വൈകുന്നേരം കൊണ്ടൊന്ന് വിതറിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കലഹവും പണക്കവും കോട്ടവും ഒക്കെ ഉണ്ടാവും. ചെക്കന് ഗൾഫിൽ പണിയും ശരിയാവില്ല, തിരിച്ചു വരുന്നതാണല്ലേ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത സ്റ്റേജ് തുടങ്ങണമെങ്കിൽ. അമ്മോ CCTV നോക്കില്ല. CCTV വർക്കാണ് അവരുടെ. പിടിക്കപ്പെടുവോ ദൈവമേ? ഇപ്പൊ എന്താ പറയാ? അയ്യോ അതെ സുധാകരേട്ടനല്ലേ വരുന്നത്? സുധാകരേട്ടാ നോക്കണേ, ആ വാഴയിൽ 3-4 കൊലയുണ്ടായിരുന്നതാ. ഒരു കൊല പോലും കാണുന്നില്ല. കള്ളന്മാരാരോ വന്ന് വെട്ടിയിട്ട് പോയതാ തോന്നുന്നത്. നിങ്ങളുടെ CCTV ഒന്ന് നോക്കി തരുമോ? ഇന്നത്തെ കാലത്ത് ആരാ വലിയ വാഴക്കൊല കേൾക്കാൻ വരുന്നത്? ഇത് പണ്ടത്തെ കാലമാ. വെങ്ങളത്തൊക്കെ വാഴക്കൊലിയോ ചക്കയോ മാങ്ങയോ എല്ലാം ചാക്കി കെട്ടി പെറുക്കി കൊണ്ടുപോയി എന്നൊക്കെയാ പറയണത്. തേങ്ങ പറിച്ച് കൊണ്ടുപോയി അത്രേ. ആ വരുന്ന വഴിക്ക് വേണമെങ്കിൽ വീട്ടിൽ കേട്ട് വാഴക്കൊലിയും വെട്ടി കൊണ്ടുപോയിട്ടുണ്ടാവും. ദയവ് ചെയ്ത് ഒന്ന് CCTV നോക്കി തരും സുധാകരേട്ടാ. വലിയ 1-1.5 മാസമേ വർക്ക് ചെയ്യുള്ളത്. ഇനിയിപ്പോ മാറ്റണം അത്. CCTV വർക്ക് ചെയ്യുന്നില്ല? ഓ എനിക്കിപ്പോഴാ സമാധാനമായത്. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എന്ത് ചെയ്യാനാ സുധാകരേട്ടാ, ആരോ കൊടുത്ത് നന്നാവട്ടെ. ശരി എന്നാ ഞാൻ പോകട്ടെ. എനിക്കറിയില്ല മോനെ, ഇവിടെ 3-4 ദിവസം കൊണ്ട് ഒരേ പ്രശ്നമാണ്. ഒന്നിനും ഞാൻ പോകുന്നില്ല നിൻ്റെ അച്ഛനോട്. എന്തല്ലോ ഇങ്ങോട്ട് പറഞ്ഞ് വരും. ആൾക്കാർ ചുറ്റുമില്ലേ, ചിരിക്കില്ല ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ. ആ പെണ്ണാണെങ്കിൽ പറഞ്ഞത് ഇങ്ങനെ അനുസരിക്കുന്നില്ല. നിൻ്റെ തൊഴിലിനും പ്രശ്നം. എന്താടാ നമുക്ക് പറ്റിയത്? ഞാനിപ്പോൾ എന്താ ചെയ്യാം? ഞാനിപ്പോൾ വലിയമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ വലിയമ്മ പറഞ്ഞു ഏതെങ്കിലും ഒരു പണിക്കാരടുത്ത് പോയി നോക്കുക എന്നുള്ളത്. പണിക്കാരടുത്ത് നോക്കിയിട്ട് ഇപ്പം എന്താ കാര്യം? അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ അച്ഛനൊന്നും അത് വിശ്വാസമില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വഴക്കിനും വരിക അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ അറിയില്ല. ഒരു സാധനം പറയാത്ത ആളാ. ഞാനിപ്പോൾ എന്ത് ചെയ്യും മോനെ? നീ ധൈര്യമായിട്ടിരിക്കും, നിൻ്റെ ജോലിക്ക് ഒന്നും പറ്റില്ല. മാനേജർ എൻ്റെ മോനെ എന്തിനു വഴക്ക് പറഞ്ഞത്? ഇല്ല എന്നാ പറയുന്നത്.
നിന്റെ ജോലിയൊന്നും ഇല്ലടാ, നീ പേടിക്കണ്ട, നിന്റെ ജോലിയൊന്നും പോകില്ല. മോൻ ധൈര്യമായിട്ടിരിക്കും. ഇതെന്തായാലും നോക്കട്ടെ ഞാൻ. എനിക്ക് എന്തോ എന്തെങ്കിലും കഷ്ടകാലമോ ചിലപ്പോൾ സമയദോഷം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ മോനെ, അതായിരിക്കും എന്തോ. ഞാൻ എന്തായാലും ഒന്ന് പണിക്കരടുത്ത് നോക്കിയിട്ട് വരട്ടെ. നിൻ്റെ അച്ഛനെ കാണാണ്ട് പോകണം. നിൻ്റെ അച്ഛനൊന്നത് വിശ്വാസമില്ലാത്ത, എന്നെ പോകാനും സമ്മതിക്കില്ല. ഞാൻ അവളെയും കൂട്ടൊന്ന് പോയിട്ട് വരാം. മോൻ ധൈര്യമായിട്ടിരിക്കും, ഒന്ന് പ്രാർത്ഥിക്ക്, നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും. ആ ശരിയിട്ട് മോനെ, ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം. ശരി. നീ എന്താ എപ്പോ നോക്കണേ മൊബൈലും കണ്ടുകൊണ്ടിരിക്കണം മോളെ? നീ ഒന്ന് എന്റെ കൂടെ വാ, ഞാൻ ഒരു സ്ഥലം വരെ പോകുക. പിന്നെ ഞാൻ വരുന്നൊന്നുമില്ല എന്തായാലും അമ്മേന്റെ പേര്. വേണേ അച്ഛനെ വിളിച്ചോ, നിങ്ങൾ രണ്ടാളും വരുന്നത് വരെ ഞാൻ വലിയ ചേച്ചിന്റെ അടുത്ത് പോയിരുന്നോളാം. വലിയ ചേച്ചിന്റെ വീട്ടിൽ പോയിരിക്കേ? വലിയ ചേച്ചി നിന്നെയും കത്ത് അവിടെ ഇരിക്കുക, അവർ പണിക്ക് പോയിട്ടുണ്ടാവില്ലേ? ഇങ്ങോട്ട് വാ മോളെ, ഞാൻ പറഞ്ഞത് കേൾക്ക്. നമ്മുടെ അത്രയും വലിയൊരു കാര്യമാണ്. ഏട്ടന് ഗൾഫിൽ പണി എന്തെല്ലാം പ്രശ്നം അത്രേ. ഒന്ന് പോയി നോക്കിയിട്ട് വരിക മോളെ. പാവം എൻ്റെ മോൻ വിഷമിക്കുന്നു അവിടെ നിന്ന്. ഓ, ഒരു സ്വൈര്യം തരരുത്. ഏട്ടൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഏട്ടൻ ഇങ്ങോട്ട് വന്നാൽ പോരെ. അടക്കങ്ങോട്ട് സ്വൈര്യം തരരുത്. എനിക്ക് ഫോൺ എടുത്ത് കാണാൻ നേരിച്ചിട്ട് അതിന് സമ്മതിക്കില്ല. ഇതികൾക്കൊക്കെ എന്താ പറ്റി ദൈവമേ? പറഞ്ഞ അതേപോലെ അനുസരിക്കുന്ന കുട്ടിയാ. അവളും എന്നും പറയുമ്പോൾ അനുസരിക്കുന്നില്ല. അച്ഛനും എൻ്റെ അടുത്ത് വഴക്കിന് വരുന്നു. എൻ്റെ മോൻ അവിടെ വിഷമിക്കുന്നു. പണി എൻ്റെ ദൈവ, എൻ്റെ മോൻ്റെ പണിക്ക് ഒരു പ്രശ്നമില്ലാതിരുന്നാൽ മതി. മുന്നേ വന്നില്ലേ? കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു മേലേക്ക് റൂം എടുക്കുമ്പോൾ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുവരെ വന്നില്ല, വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തോ അറിയില്ല, വീട്ടിൽ 3-4 ദിവസമായി എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും മോൻ്റെ ജോലിക്ക് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിരിക്കണം. അതൊന്നും അറിയാൻ വേണ്ടി വന്നതാ പണിക്കര്. നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു തടസ്സമുണ്ട്. അതാണ് മോൻ അവിടെ പ്രശ്നം. തടസ്സോ? എന്ത് തടസ്സം? എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. ഒന്ന് പറഞ്ഞു തരൂ പണിക്കരെ. അല്ല, നിങ്ങളുടെ അയൽക്കാരൊക്കെ ആയിട്ട് എങ്ങനെയാ? അയൽക്കാരെ കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല അയൽക്കാരാ. അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. അയൽക്കാരെ പറ്റി പറഞ്ഞ അയൽക്കാര് തമ്മിൽ തല്ലിക്കാനല്ല പറഞ്ഞിട്ടോ. ഇല്ല ഇല്ല, മനസ്സിലായി. എന്തോ ഒരു നിങ്ങളുടെ വീട്ടിൽ ഒരു തടസ്സം ചെയ്ത് വെച്ചിട്ടുണ്ട്. തടസ്സം ചെയ്ത് വെക്കാനോ? 4 ദിവസമായി പണിക്കരെ വീട്ടിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ. ഈ കുട്ടിയൊന്നും എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കുട്ടിയാ. അപ്പോൾ അവളും വഴക്കിനും എന്തെങ്കിലും പറയുമ്പോഴേക്കും വഴക്കിന് വരിക, അവളുടെ അച്ഛനും വഴക്കിന് വരിക. വീട്ടിലെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. അതല്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തടസ്സം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. നിങ്ങളുടെ മോൻ്റെ ജോലിയുടെ തടസ്സം, നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം. അതിന് ഞാനൊരു പരിഹാരമുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം. അവൻ്റെ പേർക്കൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, വീട്ടിൻ്റെ പേർക്കൊരു പൂജയും. അതിന് പരിഹാരമായിട്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോനെ ജോലിക്ക് ഒരു പ്രശ്നമില്ലാണ്ടിരിക്കുമോ പണിക്കരെ? ആ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. ഇനി നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ പിന്നെ ശരി പണിക്കരെ. ശരി പണിക്കരെ. എന്നാൽ ശരി. പിന്നെ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ വീണ്ടും വരാം. ശരി എന്നാ. ഓക്കെ മോളെ വാ. മഞ്ജി മോള് അവൾ ചേച്ചിൻ്റെ മോളുടെ കല്യാണം ഇന്ന്. ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുക. അവർ നേരെ പോയതാ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഒന്നുമില്ല, എന്നാലും വെറുതെ ഇതേ നടക്കുക. കാലകം മടങ്ങി ഇങ്ങോട്ട് ഞാൻ ഒരൊറ്റ വീഴ്ച. അപ്പം തന്നെ ആശുപത്രിയിൽ പോയി മരുന്നും ഗുളികയൊക്കെ കഴിച്ചപ്പോൾ തന്നെ നിലത്ത് വെക്കാൻ കഴിയുന്നില്ല കാല്. അങ്ങനെ വന്ന് വീങ്ങിയിട്ടുണ്ട്. ഒരു 5000 രൂപ കടം തരുമോ? എൻ്റെ വല്യ അവർ കല്യാണത്തിന് പോയല്ലേ, ഇവിടെ പൈസ ഒന്നുമില്ല. വേണമെങ്കിൽ 10,000 തരാം. അതൊന്നും അല്ല, ഡോക്ടറുടെ മാത്രം പോയാൽ പോരാ. ഒന്ന് പണിക്കറിൻ്റെ ഇടയിൽ പോയി കാണണം. എന്തോ എനിക്ക് കാര്യമായിട്ടൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആരും എന്താ ചെയ്തു എന്നാണ് തോന്നുന്നത്. എല്ലാണ്ട് എന്തായാലും ഇങ്ങനെ വരില്ല. വല്യ എല്ലാവർക്കും ഉപകാരമാണ്. വല്യക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരാളും 10 രൂപ ചോദിച്ചാൽ തരില്ല. 200 കിട്ടിയിട്ട് ഒന്നും ആവില്ല. നിങ്ങൾ 2000 ഒപ്പിച്ച് തരാൻ നോക്കി. ഇല്ല വല്യ, 2000 ഇല്ല. എനിക്ക് ഇറങ്ങാൻ സമയം. എന്നാൽ ശരി, നീ പോകാൻ നോക്ക്.
എന്നാൽ ശരി, 200 കിട്ടിയിട്ട് ഒന്നും ആവില്ല. ആരോ കുടുംബത്തിലെന്തോ ഒരു കൂടോത്രം ചെയ്തത്, അല്ലാണ്ട് എനിക്കിങ്ങനെ ആവില്ല. ദൈവമേ, എന്തൊരു അത്ഭുതം ഇത്! ഇത് ഞാൻ അവർക്കല്ലേ ചെയ്തത്, അത് എനിക്കാണോ ചെയ്തത്? അല്ലല്ലോ, അത് എനിക്ക് എന്നെ തിരിച്ചു കിട്ടിയെന്നാണ് തോന്നുന്നത്. അവരുടെ കല്യാണത്തിന് പോകണം, സന്തോഷത്തോടിരിക്കണം, ഞാൻ കിടന്ന് അനുഭവിക്കുന്നു. അയ്യോ, എനിക്ക് പണിക്ക് പോകാനും വഴിയില്ല, കാലും മുടങ്ങിയല്ലോ ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, എനിക്ക് ഒരടി വശം നടക്കാൻ വയ്യ, കാല് നേരെ കെട്ടിയല്ലോ.